മരിച്ചുപോയ ഒരു വ്യക്തിയുടെ മരണാനന്തരം പുറത്തിറങ്ങിയിരിക്കുന്ന ഒരു പുസ്തകമാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയും എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനും ഇടതു ചിന്തകനുമായിരുന്ന ഭാസുരേന്ദ്ര ബാബുവിൻ്റെ ഓർമ്മക്കുറിപ്പുകളുടെ പുസ്തകം യുവത്വം ജ്വലിച്ചുയർന്ന കാലം എന്ന ശീർഷകത്തിലുള്ള പുസ്തകം. ഈ പുസ്തകം വായിച്ചതിന് ശേഷം ഇതാ എഴുത്തുകാരൻ തന്നെ തത്സമയം എന്ന് പറഞ്ഞ് കൊണ്ടുവരാൻ നമുക്ക് നിർവാഹമില്ല. കാരണം പുസ്തകത്തിന് മുൻപേ അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നു. പക്ഷേ എഴുതാൻ ഭാഷയും പറയാൻ വാക്കുകളും എടുത്തു കാണിക്കാൻ അർത്ഥനിർഭരമായ ഒരു ജീവിതവും ഉള്ള ആൾക്ക് മരണാനന്തരവും നമ്മുടെ ഇടയിൽ പ്രസക്തിയോടെ തുടരാൻ കഴിയും എന്നതിന് തെളിവാണ് ഭാസുരേന്ദ്ര ബാബുവിൻ്റെ ഓർമ്മക്കുറിപ്പുകളായ എൻ്റെ കൈകളിലിരിക്കുന്ന യുവത്വം ജ്വലിച്ചുയർന്ന കാലം എന്ന ഈ പുസ്തകം. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക ജീവിതത്തിൽ ഭാസുരേന്ദ്ര ബാബു രണ്ട് സുപ്രധാന സമരങ്ങൾക്കൊപ്പം നിലയുറപ്പിക്കുകയും അതിന് നായകത്വം നൽകുകയും ചെയ്തിരുന്നു. ഒന്ന് എന്ന് പറയുന്നത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത അടിയന്തരാവസ്ഥയ്ക്കെതിരെ തീവ്ര ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പാതയിൽ അന്നത്തെ കേരളത്തിലെ യുവത്വം സ്വന്തം ജീവൻ പോയാലും വേണ്ടില്ല എന്ന് തീരുമാനിച്ച് നടത്തിയ നക്സലിസത്തിൻ്റെ രാഷ്ട്രീയ സമരമാണ്. രണ്ടാമത്തേത് അതിനുശേഷം ജനകീയ സാംസ്കാരിക വേദി എന്ന പ്രസ്ഥാനത്തിൽ നിലയുറപ്പിച്ചുകൊണ്ട് നമ്മുടെ സാംസ്കാരിക ഭാവുകത്വത്തിൽ മാറ്റത്തിന് സാധ്യതയുണ്ടോ എന്ന നിലയ്ക്ക് നടത്തിയിട്ടുള്ള സമരം. ഈ രണ്ട് സമരങ്ങളിലും നായകത്വം വഹിച്ച ഭാസുരേന്ദ്ര ബാബുവിൻ്റെ ഓർമ്മക്കുറിപ്പുകൾക്ക് അതുകൊണ്ട് തന്നെ ഇക്കാലത്തും പ്രസക്തി ഉണ്ട് എന്ന് വിചാരിക്കുന്നവരുണ്ട്. ആ വിചാരധാരയിൽപ്പെട്ടവർക്ക് എടുത്ത് വായിക്കാനും ഓർമ്മകൾ പുതുക്കാനും ഇതിനുശേഷം ഇനി എന്ത് എന്ന് വിചാരപ്പെടാനും കഴിയുന്ന ഒരു പുസ്തകമായിട്ട് വേണമോ നമ്മൾ ഈ പുസ്തകത്തെ വായിക്കേണ്ടത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലും വരുന്നു. ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് ഈ പുസ്തകത്തിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ച എഡിറ്റോറിയൽ ബോർഡ് അംഗം കൂടിയായ സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ വിജയകുമാർ PN ആണ്. നമസ്കാരം. ഇത്തരമൊരു പുസ്തകം നമ്മൾ വായനക്കാരുടെ മുമ്പിലേക്ക് വയ്ക്കുമ്പോൾ അതിൻ്റെ പ്രസക്തി എന്ത് എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് വരുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ മുഖചിത്രം തന്നെ നോക്കുക. ഒരു നാടൻ തോക്ക്, അതിൻ്റെ കുതിച്ചു നിൽക്കുന്ന ഉദ്ധൃതമായിട്ടുള്ള ചിത്രം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിണച്ചാലൊഴുകിയ നാൾവഴികളുടെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള മുഖചിത്രമായിട്ട് മാറുന്നുണ്ട് പുസ്തക പ്രസാധക സംഘം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ പുസ്തകം. ഈ പുസ്തകത്തിനകത്ത് ശ്രീ PN, ഈ പുസ്തകത്തിനകത്ത് എത്രമാത്രമാണ് ഭാസുരേന്ദ്ര ബാബു എന്ന വ്യക്തിയുള്ളത്, എത്രമാത്രമാണ് കേരളത്തിൻ്റെ രണ്ട് രാഷ്ട്രീയ ചരിത്ര കാലങ്ങളുള്ളത്? ഈ പുസ്തകത്തെ വായനക്കാർക്ക് പരിചയപ്പെടുത്തുന്നതിനായി അവസരം തന്ന കേരള വിഷനും പുസ്തക പൂമുഖം എന്ന ഈ പരിപാടിയുടെ അവതാരകൻ ശ്രീ ബനേഷിനും പുസ്തകത്തിൻ്റെ എഡിറ്റോറിയൽ ബോർഡിന് വേണ്ടി നന്ദി അറിയിക്കുന്നു. അങ്ങ് സൂചിപ്പിച്ചതുമാതിരി പുസ്തകത്തിൻ്റെ കവർ ചിത്രത്തിൽ ഞാൻ തുടങ്ങട്ടെ. കവർ ചിത്രം ഒരു തോക്ക് മാത്രമല്ല, അതിൻ്റെ കുഴൽ ഒരു ഓടക്കുഴലാണ് എന്ന് നമ്മൾ വിട്ടുപോകരുത്. അത് മാറി വന്ന ഒരു കാലഘട്ടത്തിനെ സൂചിപ്പിക്കുന്ന ഒരു മുഖചിത്രം കൂടിയാണ് എന്ന് ഞാൻ ആമുഖമായി പറഞ്ഞുകൊള്ളട്ടെ. നമുക്കറിയാം, ഇല്ലെങ്കിൽ പലർക്കും അറിയാം, കേരളത്തിലെ നക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രമുഖനായ നേതാവായിരുന്നു ഭാസുരേന്ദ്ര ബാബു. ഒരു ഘട്ടത്തിൽ അദ്ദേഹം CPI-MLന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വരെയായിരുന്നു. സാധാരണഗതിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ജോയിന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉള്ളതല്ല. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചതാണ്. അത് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരികയാണെങ്കിൽ മാത്രം ഞാനതേക്കുറിച്ച് പറയാം. കാര്യം ഇത് പുസ്തകത്തിൽ വലിയ കാര്യമായ പ്രസക്തിയുള്ള ഒരു വിഷയമല്ലാത്തതുകൊണ്ട്. അദ്ദേഹം ആലപ്പുഴക്കാരനായിരുന്നു. 19ാമത്തെ വയസ്സിൽ EPF-ൽ ജോലി കിട്ടി തിരുവനന്തപുരത്തേക്ക് ചേക്കേറിയ ആളാണ്. പക്ഷേ അതവിടെ നിന്നില്ല. അത് വളരെ പെട്ടെന്ന് തന്നെ അവിടെ ട്രേഡ് യൂണിയൻ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുത്തതിൻ്റെ ഭാഗമായി അവിടുന്ന് ഒരു ഏകാംഗ ഓഫീസായിട്ടുള്ള മൂന്നാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതിനുവേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്ത ഒരു ഓഫീസായിരുന്നു അതെന്നാണ് ബാബു തന്നെ ഈ പുസ്തകത്തിനകത്ത് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം ആലപ്പുഴയ്ക്ക് വരുന്നുണ്ട്. അവിടെയും ഒരു പുതിയ ഓഫീസ് തുടങ്ങി തന്നെയാണ് അദ്ദേഹത്തെ തനിച്ചാണ് അവിടേക്ക് വിട്ടിരുന്നത്. അതൊക്കെ തന്നെ ഒരു ശിക്ഷാ നടപടിയുടെ ഭാഗം എന്ന നിലയ്ക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പുസ്തകത്തിൻ്റെ റെലവൻസിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. അത് ബാബു തന്നെ സൂചിപ്പിക്കുന്ന, ബാബു എങ്ങനെയാണ് ഒരു നക്സലൈറ്റ് ആയത് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്.
എനിക്കൊരു വലിയ പോരായ്മ എന്താണെന്ന് വെച്ചാൽ, എൻ്റെതായുള്ള പോരായ്മ എന്ന് പറയുന്നത് ഒരു ഒരു പഴയ കാലഘട്ടത്തെക്കുറിച്ച്, അതും 4 പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ച് അത് അനുഭവിച്ച ഒരാൾ അതിൻ്റെ വളരെ കാലങ്ങൾക്ക് ശേഷം അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ താൻ അനുഭവിച്ച വൈകാരിക വ്യത്യസ്തതകളെക്കുറിച്ച് അദ്ദേഹത്തിന് മാത്രമേ നമ്മളോട് സമ്മതിക്കാൻ കഴിയുകയുള്ളൂ. അതൊരു യാഥാർത്ഥ്യമാണ്. അതിൽ നിന്നും വേണം നമുക്ക് തുടങ്ങാൻ എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ എനിക്ക് പങ്കുവെക്കാനാവില്ല എന്നത് ഓർത്തുകൊണ്ട് ഞാൻ ഈ ഭാഗങ്ങൾ വായിക്കാം. കാര്യം അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഈ പുസ്തകത്തിന്റെ പല ഭാഗങ്ങളായിരിക്കും ബാബുവിന്റെ പുസ്തകം ബാബു എങ്ങനെ അവതരിപ്പിക്കുമായിരുന്നുവോ എന്നതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വായിക്കാൻ എനിക്ക് തോന്നുന്നത്. ഒരു ഭാഗം ഞാൻ വായിക്കാം. ഒരു നക്സലൈറ്റായി മാറാൻ പറ്റുന്ന പശ്ചാത്തലം സാധാരണഗതിയിൽ എനിക്കില്ല. അതിനാകെയുള്ള ഒരു സാധ്യത അവിടുത്തെ സാധാരണക്കാരുമായി, ആലപ്പുഴയിലെ കാര്യമാണ് അദ്ദേഹം പറയുന്നത്, തൊഴിലാളികളുമായി എനിക്കുണ്ടായിരുന്ന ആത്മബന്ധം ആയിരുന്നിരിക്കാം. അവർ കയർ ഫാക്ടറി തൊഴിലാളികളായിരിക്കാം, അല്ലെങ്കിൽ കൂലിപ്പണിക്കാരായിരിക്കാം. അവരുടെ വികാസം പ്രാപിക്കുന്ന കഴിവുകളെ ഞാൻ അത്ഭുതത്തോടെ നോക്കി കണ്ടിട്ടുണ്ട്. ആ ആത്മബന്ധത്തിന്റെ ചൂടിൽ കമ്മ്യൂണിസത്തിന്റെ ഏകതാബോധം എന്നെ വല്ലാതെ ആകർഷിച്ചു. ഇതൊന്നും ബുദ്ധിപരമായി സംഭവിക്കുന്നതല്ല. ഇത് ബാബു എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. ഇതൊന്നും ബുദ്ധിപരമായി സംഭവിക്കുന്നതല്ല എന്നത്. അതായത് സൈദ്ധാന്തികമായി താൻ കണ്ടെത്തിയ ഒന്നിന്റെ പുറകെ പോവുകയല്ലായിരുന്നു. മാർക്സിസത്തെ ഇല്ലെങ്കിൽ കമ്മ്യൂണിസത്തെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് വായിച്ചുകൊണ്ടല്ല ഞാൻ പ്രയോഗിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം പലപ്പോഴും എടുത്തു പറയാറുള്ള ഒരു കാര്യം. ഇതൊന്നും ബുദ്ധിപരമായി സംഭവിക്കുന്നതല്ല. അല്ലാതെ തന്നെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഈ ആളുകൾ പേറുന്ന കൊടിയാണ് എന്നൊരു ധാരണ എനിക്ക് ശക്തമായി ഉണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തെന്ന് ചോദിച്ചാൽ തങ്കച്ചനും കുഞ്ഞച്ചനും ഗോപിയും ഒക്കെയുള്ള പാർട്ടിയാണ്. അവരൊക്കെ ധാരാളം ആൾക്കാരെ സഹായിക്കുന്നവരുമാണ്. ഇതാണ് അദ്ദേഹം ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വരുന്നതിനെ കുറിച്ച് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അത് മനുഷ്യ സ്നേഹത്തിന്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് ഈ പുസ്തകം കവർ ചെയ്യുന്നതും ഇതേപോലെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഒരു സിദ്ധാന്തത്തിന്റെയും അവതരണമല്ല അത്. ജീവിതത്തിന്റെ, പച്ചയായ ജീവിതത്തിന്റെ, സമരോന്മുഖമായിരുന്ന ഒരു യുവത്വത്തിന്റെ ജീവിതത്തിന്റെ കഥയാണ് ഈ പുസ്തകം എന്നതിനാൽ ഇതിനൊരിക്കലും കാലഹരണപ്പെടാൻ കഴിയില്ല എന്ന ചിന്തയാണ് എനിക്കുള്ളത്. മറ്റൊരു ഭാഗം കൂടി ഞാൻ വായിക്കാം. അത് 1970-കളിലെ സെൻസിബിലിറ്റി എങ്ങനെയാണ് അദ്ദേഹത്തെ ഈ നക്സലൈറ്റ് പ്രസ്ഥാനത്തിലേക്ക് നയിച്ചത് എന്ന ഭാഗമാണ്. അപ്പോൾ ഏതാണ്ട് ബാബു എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു പൂർണ്ണ ചിത്രം ആ 2 ചെറിയ വരികളിൽ നിന്ന് തന്നെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. 70-കളിൽ വരുന്ന ഒരു വലിയ ഭാവുകത്വ പരിവർത്തനം, സെൻസിബിലിറ്റി ചേഞ്ച്, കലാപം ചെയ്യുന്നത് ന്യായമാണ് എന്നാണ്. കലാപം ചെയ്യുന്നത് ന്യായമാണ് എന്നാണ്. അതും ഈ പുസ്തകത്തിന്റെ ഒരു കാച്ചിക്കുറുക്കിയ ഫോമാണ്. കലാപം ചെയ്യുന്നത് ന്യായമാണ്. ഇത് പല സ്ഥലത്തും പിന്നീട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സാംസ്കാരിക വേദി എന്ന പ്രസ്ഥാനത്തിന്റെയും അടിസ്ഥാന സ്വഭാവം അതായിരുന്നു എന്ന് നമുക്ക് പിന്നീട് കാണാൻ കഴിയും. എന്തായിരുന്നു പഴയ ഭാവുകത്വം? നമ്മുടെ ജീവിതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കപ്പെട്ടാൽ ആ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാവുന്ന അടുത്ത ഉയർച്ചയെക്കുറിച്ച് മാത്രം ആലോചിക്കുക എന്നതായിരുന്നു പഴയ ഭാവുകത്വം. പ്രത്യേകിച്ചും ഒരു ജോലി കിട്ടി അവിടെ പോയി സെക്യൂർഡ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലാണ് അദ്ദേഹം നക്സലിസത്തിന്റെ ആ ആവേശത്തള്ളലിലേക്ക് അങ്ങനെ ഒഴുകിപ്പോയത്. ആ പശ്ചാത്തലത്തിൽ ഇത് വായിക്കുമ്പോൾ നമുക്കതിനകത്ത് കുറെ കൂടെ അർത്ഥസമ്പുഷ്ടമാകും. ഇത് സ്വന്തം ജീവിതത്തെ അതിന്റെ സൗഖ്യങ്ങളിലേക്കോ അതിന്റെ സുഗമമായ വഴികളിലേക്കോ എത്തിക്കുന്നതാണ് പ്രയത്നം എന്ന് ചിന്തിക്കുന്നതിന് പകരം കലാപം ചെയ്യുന്നത് നീതീകരിക്കത്തക്കതാണ് എന്ന കുപിതമായ ഒരു ബോധം യുവാക്കളിൽ വളർത്തുന്നതിൽ വിയറ്റ്നാമിന് വലിയൊരു പങ്കുണ്ടായിരുന്നു. വിയറ്റ്നാം യുദ്ധത്തിന്റെ പ്രത്യേകത അവർ യുദ്ധം ചെയ്ത് ജയിച്ചു എന്നുള്ളതല്ല, അവർ തോൽപ്പിച്ചത് അമേരിക്കയെയാണ് എന്നതാണ്. ഒരു വലിയ രാജ്യത്തിന് അതിന്റെ എല്ലാ ആക്രമണ സാധ്യതകളും ഉപയോഗിച്ചിട്ട് പോലും ഒരു ചെറിയ രാജ്യത്തെ കീഴടക്കാൻ കഴിഞ്ഞില്ല എന്ന ബോധം ഒരു വശത്തും, അവരുടെ വലിയ പട്ടാളത്തിന് സംഭവിച്ച ഗ്ലാനി മറുവശത്തും.
ഇതെല്ലാം ചേർന്ന് നമ്മുടെ ചിന്താമണ്ഡലത്തെ കലുഷിതമാക്കിയ ഒരു കാലമായിരുന്നു അത്. പിന്നീട് സാർവദേശീയമായി സംഭവിച്ചത് സാർത്തറിന്റെയൊക്കെ നേതൃത്വത്തിൽ നടന്ന പാരീസ് വസന്തമാണ്. ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ ലോകം തന്നെ എന്തോ ചില ധ്രുവീകരണങ്ങളിലേക്ക് പോകുന്നുവെന്നും മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുവെന്നും തോന്നുന്ന രീതിയിൽ മനുഷ്യർ ഉത്തേജിതരാവുന്ന കാലത്താണ് ഈ പറയുന്ന സംഭവങ്ങൾ നടക്കുന്നത്. അതായത് താൻ ഒരു നക്സലൈറ്റ് ആയിട്ട് മാറുന്ന കാലത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചതാണ്. ഇതെല്ലാം തന്നെ കാണിക്കുന്നത് നമുക്ക് ഒരു ഈ 40 വർഷങ്ങൾക്ക് മുൻപേയുള്ള ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തെ ആണ് ഈ പുസ്തകം പ്രതിപാദിക്കുന്നത് എന്നതാണ്. അതെ, ഈ ഒരു കാലഘട്ടത്തിന് ശേഷം ഉള്ള തൻ്റെ ജീവിതവും കൂടി ഈ പുസ്തകത്തിൽ വരുന്നുണ്ട്. നേരത്തെ താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി, ഈ പുസ്തകത്തിൻ്റെ മുഖചിത്രം ഒരേ സമയം തോക്കായും ഒരേ സമയം പുല്ലാങ്കുഴലായും മാറുന്നത് വാളല്ല എൻ സമരായുധം എന്ന് മുന്നേ തന്നെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ അവിടെ കലാപം എന്നത് നീതിയുടെയും ന്യായത്തിൻ്റെയും ഭാഗത്തുള്ള ഒരു സ്വാഭാവിക പ്രതിപ്രവർത്തനമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഭാസുരേന്ദ്ര ബാബു ആ വാക്കിനെ എടുത്ത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പോൾ ഇക്കാലത്ത് കലാപം എന്ന വാക്കിൻ്റെ തൊട്ട് മുൻപിൽ വർഗീയ എന്ന വാക്ക് വരികയും കലാപം എന്നതൊരു ഒറ്റ പദമല്ല എന്നും അത് വർഗീയ കലാപം എന്ന വാക്ക് മാത്രമായി തീരുന്ന ഒരു സമസ്ത പദമായി മാറുന്നുവെന്നും അതിൻ്റെ അർത്ഥദ്യോതകമായിട്ടുള്ള വിപ്ലവപരത അതിൽ നിന്ന് നഷ്ടപ്പെടുന്നുവെന്നും പറയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ പുസ്തകം നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എന്നതാണ് അതിൻ്റെ ഒരു വൈപരീത്യവും. ആ വൈപരീത്യത്തെ ഭാസുരേന്ദ്ര ബാബു നേരത്തെ തന്നെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകം സ്വാഭാവികമായിട്ടും ഭാസുരേന്ദ്ര ബാബുവിൻ്റെ മരണത്തിന് ശേഷം ഒരു വർഷം ഏകദേശം പൂർത്തിയാവുന്നു. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് മരണത്തിന് മുൻപ് തന്നെ ഈ പുസ്തകത്തിൻ്റെ രചനാവേള ആരംഭിച്ചിരുന്നോ? എങ്ങനെയാണ് അദ്ദേഹം ഇത് എഴുതുകയായിരുന്നോ, പറഞ്ഞു തന്ന് അത് പിന്നീട് അച്ചടിക്കുന്ന രൂപത്തിലേക്ക് മാറ്റുകയായിരുന്നോ? എഡിറ്റോറിയൽ ബോർഡ് അംഗം എന്നുള്ള നിലയ്ക്ക് ചോദിക്കുകയാണ് വിജയകുമാർ പി എന്നോട്. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തു കൂടിയായിരുന്നു. ഞാൻ ആലപ്പുഴക്കാരനുമായിരുന്നു. അത് തന്നെയുമല്ല, അദ്ദേഹം പങ്കുവച്ച രാഷ്ട്രീയ പശ്ചാത്തലം എനിക്കും അല്പസ്വല്പമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, എന്നോടൊപ്പമുള്ള ഈ 9 പേരുടെ ഒരു ഗ്രൂപ്പാണ് ഈ എഡിറ്റോറിയൽ ബോർഡ് എന്ന് പറയുന്നത്. അതിനകത്തെ 7 പേർക്കെങ്കിലും അത്തരത്തിലുള്ള പശ്ചാത്തലമുള്ളവരാണ്. എല്ലാവരും ബാബുവിന്റെ സുഹൃത്തുക്കളുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഇങ്ങനെ ഒരു പുസ്തകം വരാത്തത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കാലങ്ങളായി തന്നെ ഒരു അത്ഭുതമുണ്ടായിരുന്നു. അത് പലപ്പോഴും ഭാസുരേന്ദ്ര ബാബുവായിട്ട് ഞങ്ങൾ പങ്കുവയ്ക്കാറുമുണ്ടായിരുന്നു. അത് പലപ്പോഴും അത് ഒരു നിസ്സാരവൽക്കരിച്ച് ഇല്ലെങ്കിൽ പിന്നീടാവാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുക എന്നതായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഈ പുസ്തകം വായിക്കുന്നവർക്ക് മനസ്സിലാകും, ഇതൊരു ഒരു ഒരു നേരത്തെയും താങ്കൾ അതേക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത വ്യക്തിപരമായ തന്റെ അനുഭവങ്ങളും ഒക്കെ ആയിട്ട് പുസ്തകത്തിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, ഈ പുസ്തകം ഒരിക്കലും ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ടല്ല രചിക്കപ്പെട്ടിരിക്കുന്നത്. അത് അത്തരത്തിലുള്ള ഒരു വ്യക്തി കേന്ദ്രീകൃതമാവേണ്ടതില്ല. അത് സബ്ജക്റ്റീവ് എലിമെന്റ്സ് വളരെയധികം കടക്കുമെന്നും വൈകാരികത കൂടുതലുണ്ടാവുമെന്നുമുള്ള തോന്നലോടുകൂടി തന്നെയായിരുന്നു ഭാസുരേന്ദ്ര ബാബു ഈ പുസ്തകത്തെക്കുറിച്ച് സങ്കല്പിച്ചിരുന്നത്. അതുകൊണ്ട് പുസ്തകം കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഇല്ലെങ്കിൽ പിന്നെ സംഭവങ്ങളിലാണ്. അതിന്റെ സംഭവങ്ങളെയാണ് അതിന്റെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ പുസ്തകത്തിന്റെ സ്ട്രക്ചർ ഉണ്ട്. സാധാരണ ഒരു ഓർമ്മ പുസ്തകത്തിന്റെ ഒരു രീതിയല്ല ഉള്ളത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ സംഭവിച്ചത് ഈ ഒരു 10-40 വർഷങ്ങൾക്ക് ശേഷം ഒരു നിർമ്മമതയോടുകൂടി ആ കാലത്തെക്കുറിച്ച് ചിന്തിക്കാനും അതിനെ വളരെ വസ്തുനിഷ്ഠമായി ഇല്ലെങ്കിൽ വസ്തുതാപരമായ കാര്യങ്ങൾ മാത്രം നിരത്തി വൈകാരികതയെ മാറ്റി നിർത്തി എഴുതാനും ഉള്ള ഒരു അവസരം ചിലപ്പോൾ ബാബുവിന് ലഭിച്ചിട്ടുണ്ടാവാം, ഇത്രയും കാലം കൊണ്ട് മനനം ചെയ്തിരിക്കുന്നത് കൊണ്ട്. അപ്പോ വൈകിയത് ഒരു മോശം കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും അദ്ദേഹം കരുതിയിട്ടുണ്ടാവാം, ഞാൻ വിചാരിക്കുകയാണ്. എന്തുകൊണ്ടും നേരത്തെയൊക്കെ ഇങ്ങനെ ഒരു പുസ്തകത്തിന്റെ കാര്യം പറയുമ്പോൾ അതിനെ നിരസിച്ചിരുന്നു, ഇല്ലെങ്കിൽ അതിനെ പിന്നീട് എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരുന്നു എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യം, ഒരു പഴയ സുഹൃത്തുന്ന നിലയ്ക്ക് ഞാൻ പറയുന്നതാണത്. ഒരു തെളിവും എനിക്ക് ഹാജരാക്കാനില്ല. ഇതിനകത്ത് കുറെ ഭാഗങ്ങൾ
സ്വന്തം നിലപാടുകളെ ന്യായീകരിക്കുന്നതാണ്. മിക്കവാറും അത് അങ്ങനെ ആയിരിക്കുമല്ലോ സംഭവിക്കുക. അപ്പോ അതിനോട് സുരേന്ദ്ര ബാബുവിന് തീർച്ചയായും ഒരു ആ, അത് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ലായിരുന്നു. ഞാൻ ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറയുമായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പക്ഷേ നിരവധി പുസ്തകങ്ങളുണ്ടായി നക്സലൈറ്റ് മൂവ്മെന്റിനെ കുറിച്ചൊക്കെ, ഒരു ഡസനോളം പുസ്തകങ്ങളുണ്ടായി. അതിലെ എഴുതാത്ത നേതാക്കളില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ ബാബു പ്രതീക്ഷിച്ചിരുന്ന ആരും തന്നെ അത്തരത്തിലുള്ള കുറെ കൂടെ വസ്തുതാപരമായ എന്താണ് അതിനകത്ത് ആ ഒരു മൂവ്മെന്റിനകത്ത് സംഭവിച്ചത് എന്നതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വ്യക്തതയോടെ വിളിച്ചു പറയാൻ ഉള്ള സൗമനസ്യം കാട്ടിയില്ല എന്ന് തോന്നലായിരിക്കാം അവസാന സമയങ്ങളിൽ ഇത്തരമൊരു സംരംഭത്തിന് തയ്യാറാവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക എന്ന് ഞാൻ ഗസ് ചെയ്യുന്നു. ഇത്തരം കാലങ്ങളെ കുറിച്ച് വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുന്ന പുസ്തകങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ പുസ്തകങ്ങളിൽ നിന്ന് ഈ പുസ്തകം മാറി നിൽക്കുന്നത് ഒരുപക്ഷെ ഒരു മുൻ നക്സലൈറ്റിൻ്റെ ജീവിതകാലം എന്ന് പറയുമ്പോൾ പോലീസുമായിട്ടുള്ള എൻകൗണ്ടറുകൾ, പോലീസിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന ഭീകരമായ പീഡനങ്ങൾ എന്നിവയെക്കുറിച്ച് വായിച്ച് രസിച്ച് ചിലർക്ക് പോകാൻ കഴിയും എന്ന വിപണി മൂല്യം അല്ല എന്നും അതിലുപരിയായിട്ട് ഇന്നും പ്രസക്തമായിട്ടുള്ള ചില രാഷ്ട്രീയ സൈദ്ധാന്തിക പ്രശ്നങ്ങളെ ഈ പുസ്തകം അഭിസംബോധന ചെയ്യുന്നു. ആ രീതിയിലുള്ള ഒരു രേഖാമൂല്യം ഇതിനുണ്ട് എന്നുമാണ് ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്ന പ്രൊഫസർ ബി രാജീവൻ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഭാസുരേന്ദ്ര ബാബുവിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങൾ ടെലിവിഷൻ ചാനലുകളിലെ ഇടതുപക്ഷത്തിന് വേണ്ടി ന്യായീകരിക്കുകയും വാദങ്ങൾ നിരത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തി മാത്രമായിട്ട് ചുരുക്കപ്പെട്ടു പോവുകയും അദ്ദേഹത്തിൻ്റെ മുൻകാല ജീവിതം എന്താണ് എന്ന് അറിയാതെ പോവുകയും ചെയ്യുന്ന വലിയൊരു വിഭാഗം കൂടിയുണ്ട്. അവരുടെ മുമ്പിലേക്ക് ഇതായിരുന്നു ഭാസുരേന്ദ്ര ബാബു എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ കൂടി ഈ പുസ്തകം ഒരു തിരിച്ചുവായന പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കൗസ്തുഭം പീഡന ക്യാമ്പ്, അടിയന്തരാവസ്ഥ കാലത്ത് പിടികൂടിയ നക്സലൈറ്റുകളെ പീഡിപ്പിച്ച പോലീസിൻ്റെ ഭീകരമായ മർദ്ദനത്തിന് ഇരയാക്കിയ കൗസ്തുഭം ക്യാമ്പിനെ കുറിച്ചുള്ള ആ ഭാഗം ഞാൻ ഈ പുസ്തകത്തിൽ നിന്നൊന്ന് വായിക്കുകയാണ്. കൗസ്തുഭം തടങ്കൽപ്പാളയത്തിലെ അവസാന ദിവസങ്ങളിലെന്നോ ഒരു ദിവസം ഞങ്ങൾ മൂവരെയും വണ്ടിയിൽ കയറ്റി എവിടേക്കോ കൊണ്ടുപോയി. എത്തിച്ചേർന്നത് തിരുവനന്തപുരത്ത് ശാസ്തമംഗലം ക്യാമ്പിലാണ്. അവിടെ ഒരു മുറിയിൽ ഞങ്ങളെ നിലത്തിരുത്തി. കുറേ പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് നോട്ടമിട്ടു പോയി. ജയറാം പടിക്കലിൻ്റെ മുന്നിൽ ഹാജരാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളെ അവിടെ എത്തിച്ചത്. അടുത്ത ദിവസം രാവിലെ ജയറാം പടിക്കൽ വന്നു. അയാളുടെ കസേരയുടെ ചുവട്ടിൽ ഞങ്ങൾ നിലത്ത് ഇരുന്നു. നിന്റെയൊക്കെ വിപ്ലവം കഴിഞ്ഞോടാ എന്ന് തുടങ്ങി കളിയാക്കലിൻ്റെയും ഭീഷണിയുടെയും സ്വരത്തിൽ കുറേ പറഞ്ഞിട്ട് അയാൾ പോയി. അതിനുശേഷം കുറേ പോലീസുകാർ എന്നെ കൂട്ടിക്കൊണ്ട് അടുത്ത മുറിയിൽ പോയി വീണ്ടും ഉരുട്ടൽ പ്രക്രിയ ആരംഭിച്ചു. ബാബുവിനെ ഉരുട്ടാൻ നോക്കിയെങ്കിലും അതിനവർക്ക് കഴിഞ്ഞില്ല. ക്രൂരമായ പീഡനത്തിൻ്റെ ഭാഗമായി ചതഞ്ഞു പോയ 2 തുടകളും ബൂട്ടിട്ട് ചവിട്ടിയതിൻ്റെ ഭാഗമായി മണ്ണ് ചേർന്ന് വ്രണമായി തൊലി പോയ അവസ്ഥയിലായിരുന്നു. ഈ രീതിയിലാണ് അതിൻ്റെ വിവരണം തുടരുന്നത്. ഈ വിവരണങ്ങൾ ഈ പുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട് എങ്കിൽ തന്നെയും അവതാരിക എഴുതിയ ബി രാജീവൻ സൂചിപ്പിക്കുന്നത് പോലെ ഒരു മുൻ നക്സലൈറ്റിൻ്റെ സാഹസികവും സംഘർഷപൂർണവും ഉദ്വേഗജനകവുമായ ജീവിതാനുഭവ വിവരണമായി സാധാരണഗതിയിൽ വായിച്ചു പോയേക്കാവുന്ന ഭാസുരേന്ദ്ര ബാബുവിൻ്റെ ഈ ഓർമ്മക്കുറിപ്പുകൾ അതിനപ്പുറം ഇന്നും പ്രസക്തമായിട്ടുള്ള ചില രാഷ്ട്രീയ സൈദ്ധാന്തിക പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന രേഖകളായി നമ്മോടൊപ്പം സഞ്ചാരം തുടരും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഏത് രീതിയിലാണ് ആ സഞ്ചാരത്തിൻ്റെ സാധ്യത ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നത്? അതിലേക്ക് വരുന്നതിന് മുൻപേ ഞാൻ മുൻ ചോദ്യത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരുന്നില്ല മറുപടിയുടെ. ഇത് ഈ സുരേന്ദ്ര ബാബു ഒറ്റ ശ്വാസത്തിൽ ഒരു പ്രഭാഷണം പോലെ പറഞ്ഞ് വീഡിയോ ആയി റെക്കോർഡ് ചെയ്യപ്പെട്ട, ഓൺലൈനിൽ റെക്കോർഡ് ചെയ്ത അതിനെ വീണ്ടും ട്രാൻസ്ക്രൈബ് ചെയ്തെടുത്തതാണ് ഈ പുസ്തകം. അത് 2021 ജൂൺ മാസം 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള 10 ദിവസങ്ങൾ കൊണ്ട് മാത്രം ചെയ്തതാണ്. ഒരു കുറിപ്പുകളുടെ സഹായമില്ലാതെ തൻ്റെ ഓർമ്മയിൽ നിന്ന് മാത്രമായി അവതരിപ്പിച്ച കാര്യങ്ങളായിരുന്നു ഇവയെല്ലാം. അതിൽ നിന്നും താങ്കൾ ഇപ്പോൾ വായിച്ച ഈ കൗസ്തുഭം ക്യാമ്പിന്റെയും തുടർന്ന് ജയറാം പടിക്കലിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന ആ ഭാഗവും ബാബുവിന്റെ റെക്കോർഡിംഗ് നഷ്ടപ്പെട്ടു പോയിരുന്നു. ഈ ഭാഗം അതിനകത്ത് 6-ാമത്തെ ചാപ്റ്റർ അത് മാത്രം എഴുതിയിരിക്കുന്നത് ബാബുവിനോടൊപ്പം ഉണ്ടായിരുന്ന ബാബുവിന്റെ ആത്മസുഹൃത്ത് ശ്രീ രവീന്ദ്രനാണ്. അത് ഞാൻ ആനുഷംഗികമായി പറഞ്ഞു എന്ന് മാത്രം. ഈ ചോദ്യം
വളരെ വ്യക്തമാണ്. ഇതിന് ഇപ്പോഴെന്താണ് പ്രസക്തി എന്നുള്ളതാണല്ലോ അതിനകത്ത് വരുന്ന കാര്യം. അതിലേക്ക് എത്തുന്നതിന് മുൻപായി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മാതിരി തോക്കിൽ നിന്ന് മുരളിയിലേക്കുള്ള ആ മാറ്റത്തെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ അതിന്റെ കണ്ണി ശരിയാവുകയുള്ളൂ. ബാബുവൊക്കെ അടിയന്തരാവസ്ഥയെ തുടർന്ന് പല ഈ അന്നത്തെ ആ ഒരു അടിയന്തരാവസ്ഥയെ വളരെ നിശബ്ദതയോടെ നേരിട്ട ഒരു കേരള സമൂഹത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നം എന്ന പോലെ കുറെ സമരങ്ങൾ, വ്യർത്ഥം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന, പാളിപ്പോയതെന്ന് പറയാവുന്ന കുറെ സമരങ്ങളിൽ ഏർപ്പെട്ടാണ് ഏകദേശം ഒരു വർഷം കഴിഞ്ഞ് 1976 മാർച്ച് അവസാനം മെയ് മാസത്തിൽ സെൻട്രൽ ജയിലിൽ എത്തുന്നത്. ഈ പറഞ്ഞ ഒരു മാസത്തോളം നീണ്ടുനിന്ന കൗസ്തുഭം ക്യാമ്പിലെ വലിയ ക്രൂര പീഡനങ്ങൾക്ക് ശേഷം. അപ്പോ അവിടെ എത്തുമ്പോൾ ഈ ബാബു സ്വന്തം പീഡനങ്ങളെ കുറിച്ചല്ല, മറ്റുള്ളവർ അതിനു മുൻപേ അവിടെ ഉണ്ടായിരുന്ന 70കളുടെ തുടക്കത്തിൽ കോങ്ങാട്, നഗരൂർ, കുമ്മിൾ, കിളിമാനൂർ കേസുകളിലൊക്കെ പെട്ട് അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന ആൾക്കാരുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അതാണ് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് ബാബുവിനെ കുറെ കൂടി ഈ വസ്തുതകളിലേക്കും പ്രസന്റിലേക്കും അതിനെ മനസ്സിലാക്കുന്ന രീതിയിലേക്ക് ഒരു പരിവർത്തനം ചെയ്യാനായിട്ട് സഹായിച്ച ഭാഗം. ആ ഭാഗം വിട്ടുകളയരുതെന്ന് എനിക്ക് തോന്നുന്നു. അത് ഞാൻ വായിക്കാം. അതിനുശേഷം അതിന്റെ ആ ചേഞ്ച് എങ്ങനെയാണ് ഉണ്ടായെന്നുള്ളതിനെ കുറിച്ചും ഹ്രസ്വമായി സൂചിപ്പിക്കാം. ഇത് വളരെ ബാബുവിനെ സംബന്ധിച്ചത് വായിക്കുന്ന എനിക്കും വളരെ വൈകാരികമായി ഫീൽ ചെയ്ത ഒരു ഭാഗമാണ്. ഇത് രാജീവൻ സാറ് തന്റെ അവതാരികയിലും ആ ഭാഗം എടുത്തു പറഞ്ഞിട്ടുണ്ട്. കണ്ണിയറ്റുപോയ വിപ്ലവ പ്രവർത്തനത്തിന് പിന്നീടൊരു തുടർച്ച ഉണ്ടാകില്ല എന്ന നിരാശാബോധത്തിൽ കിടക്കുമ്പോൾ മനുഷ്യരുടെ ഹൃദയത്തിൽ പ്രത്യാശയുടെ വലിയ അസ്തമയം സംഭവിക്കും. അങ്ങനെ അസ്തമയ കാലഘട്ടത്തിലൂടെ കടന്നുപോയ കുറെ മനുഷ്യരുടെ അവസ്ഥ ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ മുൻപ് തന്നെ അറസ്റ്റിലായി ഇതേപോലെയുള്ള പീഡനങ്ങൾക്ക് അനുഭവിച്ച് ആ ജയിലിൽ ഉണ്ടായിരുന്നവരെ കുറിച്ചാണ് ഈ പറയുന്നത്. ഒരു ശിഷ്ട ജീവിതമുണ്ടെങ്കിൽ ഇനി ഒരിക്കലും ഇങ്ങനെയാവില്ല എന്ന തീരുമാനമെടുത്തവരായിരുന്നു അവർ. അതിന് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർ ജനങ്ങൾക്ക് വേണ്ടി വിപ്ലവ പ്രവർത്തനം നടത്തുന്നു. അതേ ജനങ്ങൾ അവരെ വളഞ്ഞിട്ട് അടിക്കുന്നു. ആ ആഘാതത്തെ മറികടക്കുക എളുപ്പമൊന്നുമല്ല. എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന ആത്മബോധം അവർക്കുമില്ല. തനിക്ക് മുന്നേ ഉണ്ടായിരുന്ന തന്റെ നേതാക്കളാകേണ്ടിയിരുന്ന ആൾക്കാർ അനുഭവിക്കുന്ന മാനസിക വ്യഥയാണ് ബാബു ഇവിടെ അവതരിപ്പിച്ചത്. അത് കേരളത്തിലെ ജനത, പോലീസുകാർ മാത്രമല്ല അവരെ തല്ലിയത്, കേരളത്തിലെ ജനങ്ങൾ വരെ തല്ലി എന്നുള്ളത് ആരും പുറത്തു പറയാത്ത ചില കാര്യങ്ങളിലൊന്നാണ്. അത് ഒരു വലിയ തിരിച്ചറിവാണ് ബാബുവിന് ഉണ്ടാക്കിയത്. എങ്ങനെയാണ് ഒരു ജനകീയ സൈന്യം ഉണ്ടാക്കി വിപ്ലവം ചെയ്യിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഉള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ അതിനുവേണ്ടി ഒരു തന്ത്രമായാണ് ഉന്മൂലന സമരത്തെ കണ്ടിരുന്നതെങ്കിൽ അതിനെ കേരളത്തിലെ ജനത ഭീതിയും അറപ്പുമുള്ള ഒരു സംഗതിയായി ആണ് മനസ്സിലാക്കിയതെന്നും അവരതിനെ പാടെ തള്ളിക്കളഞ്ഞു എന്നുള്ളതും ബാബു മനസ്സിലാക്കി. ആ മനസ്സിലാക്കൽ ഒരു വലിയ പരിവർത്തനത്തിലേക്കാണ് സുരേന്ദ്രബാബുവിനെ എത്തിച്ചത്. അതിന്റെ ഭാഗമായാണ് സാംസ്കാരിക വേദി എന്നുള്ള ഒരു സങ്കല്പത്തിലേക്കും ഇല്ലെങ്കിൽ കൂടുതൽ തുറസ്സായ പ്രവർത്തനങ്ങളിലേക്ക് പോകേണ്ടതിന്റെ ആവശ്യകതയും ഉന്മൂലന സമരം നടത്തിയാൽ വീണ്ടും ഒറ്റപ്പെടുമെന്നും രഹസ്യ പാർട്ടിക്ക് മാത്രമേ നിലനിൽക്കാൻ കഴിയുള്ളൂ എന്നുമൊക്കെയുള്ള ഒരു ധാരണയിലേക്ക് എത്തുന്നതും അതിന്റെ ഭാഗമായാണ്. അത് മാത്രമല്ല, അത് ബാബുവിന്റെ മാത്രമല്ല, അത് വേണുവിന്റെയും അതേപോലുള്ള കൂടെ ഉണ്ടായിരുന്ന പലരുടെയും തുടർച്ചയായ ചർച്ചയുടെ ഭാഗമായി സംഭവിച്ചതാണ്. എന്നാൽ പുറത്ത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അതിനുശേഷമുണ്ടായ വലിയ ജനാധിപത്യത്തിന്റെ ഒരു കുതിച്ചുചാട്ടവും ഇവരെ അക്കാര്യത്തിൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഈ കലാകാരന്മാരും സാഹിത്യകാരന്മാരും കവികളും നാടകകാരന്മാരും എല്ലാവരും ചേർന്ന് ഒരു വലിയ സാംസ്കാരിക കൂട്ടായ്മ, സാധാരണ ജനങ്ങളും ഒക്കെ ചേർന്നുള്ള വലിയ സാംസ്കാരിക കൂട്ടായ്മയാണ് അതിനുശേഷം കത്തിജ്വലിച്ചത്. ഈ പറയുന്ന ജ്വലിച്ചുയർന്ന കാലം എന്ന് പറയുന്നത് അവർ ജയിലിൽ കിടന്ന കാലമല്ല, അതിനുശേഷമുള്ള വളരെ ഹ്രസ്വമായ ഏതാണ്ട് 1980-79 അവസാനം മുതൽ ഒരു 82 വരെയുള്ള 81ന്റെ പകുതി വരെ ശരിക്കും പറഞ്ഞാലുള്ളൂ. അക്കാലത്തേക്ക് ഉദിച്ചുയർന്ന ഒരു കേരളത്തിന്റെ വലിയ സാംസ്കാരിക തലത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളെ ഉയർത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വലിയ സാമൂഹ്യ പ്രവർത്തനത്തിന്റെയും സാംസ്കാരിക പ്രവർത്തനത്തിന്റെയും ഒരു ഏരിയയിലേക്കാണ് ബാബുവിനും കൂട്ടുകാർക്കും കടന്നു വരാൻ കഴിഞ്ഞത്. എന്നാൽ അത് വളരെ പെട്ടെന്ന് പൊലിഞ്ഞുപോയി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ദുഃഖകരമായ സംഭവം. അത് അങ്ങനെ ഉണ്ടാവാനുണ്ടായ കാരണം
അതിനകത്ത് യാഥാസ്ഥിതിക വിഭാഗവും പുരോഗമനപരമായി ചിന്തിക്കുന്ന, ഇല്ലെങ്കിൽ മാറ്റങ്ങളും ഈ പറഞ്ഞ ഉന്മൂലനത്തിൽ നിന്നും സാംസ്കാരികത്തിലേക്കുള്ള മാറ്റത്തിന്റെ വക്താക്കളായി വരുന്നവരും തമ്മിലുണ്ടായിരുന്ന വടംവലിയുടെ ഭാഗമായിട്ടായിരുന്നു. എവിടെ പാർട്ടി, ആകെ സാംസ്കാരിക വേദി മാത്രമേ ഉള്ളല്ലോ, ഈ സാംസ്കാരിക വേദി കൊണ്ട് എങ്ങനെയാണ് വിപ്ലവം നടത്താൻ പറ്റുന്ന ഒരു സൈന്യം ഉണ്ടാവുക എന്നുള്ള ചോദ്യങ്ങളായിരുന്നു ആ യാഥാസ്ഥിതിക വിഭാഗങ്ങളെ ഉലച്ചിരുന്നത്. അവരുടെ ആ ചിന്തകൾക്ക് നമ്മൾ തെറ്റൊന്നും കുറ്റവും പറയുകയല്ല ചെയ്യുന്നത്. അവരുടെ ധാരണകൾ അങ്ങനെയായിരുന്നു. എപ്പോഴും യാഥാസ്ഥിതിക വിഭാഗം അത്തരത്തിലുള്ളൊരു വിജിലന്റ് ഗ്രൂപ്പിനെ മാതിരി പെരുമാറുമായിരുന്നു. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നതാണ്. തകർക്കപ്പെടുത്ത വിപ്ലവങ്ങൾ ഉണ്ടാകുമ്പോൾ വിപ്ലവത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്നും അടിസ്ഥാന രീതികളിൽ നിന്നും മാറുന്നത് കൊണ്ടാണ് അത് തിരുത്തൽവാദമാണ് എന്ന് പറയുന്നത് വഴി ഒരു പുതിയ സംഭവത്തെയും അഭിമുഖീകരിക്കാനുള്ള കഴിവില്ലായ്മ അവർക്ക് സ്വാഭാവിക ഗതിയിൽ തന്നെ സംജാതമാകും. അത്തരത്തിലുള്ള ഒരു സംഭവത്തിന്റെ ഭാഗമായിട്ടാണ് ജനകീയ വിചാരണയിലൂടെയും ഒക്കെ വലുതായി വളർന്ന് വികസിച്ച ജനകീയ സാംസ്കാരിക വേദിക്ക് ഒരു തട എന്ന പോലെയോ ഒക്കെയാണ് രണ്ടാമത് കേണിച്ചിറ ഉന്മൂലനം നടക്കുന്നത്. ഇവർ കേരളത്തിൽ നടത്താൻ പാടില്ല എന്ന് തീരുമാനിച്ചിരുന്ന ഒരു ഉന്മൂലന സമരം തന്നെ അവസാന നിമിഷം നടപ്പാക്കുകയും അത് സാംസ്കാരിക വേദിയുടെ കൊഴിഞ്ഞുപോക്കിന്റെ ഒരു പ്രധാന കാരണമായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് അതിലെ കഷ്ടം പിടിച്ച ഒരവസ്ഥ. ബാബു തന്നെ സൂചിപ്പിക്കുന്നത് പോലെ, ഇതിന്റെ ഈ പുസ്തകത്തിന്റെ അവസാനം സൂചിപ്പിക്കുന്നത് പോലെ, ഇനി എപ്പോഴെങ്കിലും വിപ്ലവകരമായ ഒരു പ്രസ്ഥാനം എന്ന ചിന്ത കേരളീയരുടെ മനസ്സിലുണ്ടായാൽ സാംസ്കാരിക വേദി എന്ന ആശയമായിരിക്കും തെളിഞ്ഞു വരിക എന്നുള്ളത് ഒരു ചരിത്ര വിദ്യാർത്ഥിക്കോ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കോ എന്നും മനസ്സിൽ സൂക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ പുസ്തകത്തിന്റെയും മുഖചിത്രത്തിലെ പ്രധാനപ്പെട്ട ശീർഷകമായ യുവത്വം ജ്വലിച്ചുയർന്ന കാലം എന്നതിന്റെ തൊട്ട് പിറകെ തന്നെ സാംസ്കാരിക വേദി എന്ന ആശയം എന്നത് ഒരു ഉപശീർഷകമായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇനിയും തുടർച്ചയ്ക്ക് സാധ്യതയുള്ള ഒന്ന്, അതൊരാശയം മാത്രമല്ല പ്രവൃത്തി തലത്തിലേക്ക് കൊണ്ടുവരേണ്ടുന്ന ഒന്ന് എന്നുള്ള നിലയ്ക്കുള്ള വലിയ സാധ്യതയുടെ ഒരു തിരുനാളം ഈ മുഖചിത്രത്തിൽ ചേർത്ത് വെക്കുകയും ചെയ്യുന്നു. ഇത് ഇപ്പോൾ താങ്കൾ ഈ പുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ വരിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രതീക്ഷയുടെ സാധ്യതയെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. പക്ഷേ ഈ പുസ്തകം നമ്മൾ എടുത്ത് ആദ്യത്തെ താൾ മറിക്കുമ്പോൾ കാണുന്ന കാര്യം, വായിക്കുന്ന കാര്യം, ഭാസുരേന്ദ്ര ബാബു തൻ്റെ 16-ാമത്തെയൊക്കെ വയസ്സിൽ RSSൽ അംഗമാവുന്ന രീതിയിലേക്ക് പോയതിനെക്കുറിച്ചാണ്. RSS ശാഖയിൽ അദ്ദേഹം പ്രവർത്തിക്കാൻ ഇടയാവുന്ന രീതിയിലേക്ക് പോവുകയും വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ വലിയ അപകടം മനസ്സിലാക്കി തിരിച്ച് മാറുകയും ചെയ്യുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ ജീവിതത്തിൽ 2 തവണ RSSുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, രണ്ടും എനിക്ക് 16 വയസ്സ് എത്തുന്നതിന് മുൻപാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ. അതിൽ 1-ാം വർഷം പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരു RSSകാരൻ എൻ്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അയാളുടെ മുൻകൈയിൽ ഞങ്ങളുടെ കളിസ്ഥലത്ത് കൊടികുത്തി ഒരു പുതിയ ശാഖ തുടങ്ങി. 4-5 പേരുണ്ടാകും. ഇപ്പോൾ കേരളത്തിലെ RSSന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായ സേതുമാധവനായിരുന്നു ശിക്ഷക്. സംഘാടകനായി മറ്റൊരാളും ഉണ്ടായിരുന്നു. കാരണം ശിക്ഷക് എപ്പോഴും ശാഖയിൽ വരില്ല. എൻ്റെ 2 സുഹൃത്തുക്കൾക്ക് കൂടി ശാഖയിൽ ചേരണമെന്ന് ആഗ്രഹം പറഞ്ഞു, സതീശനും ബേബിയും. എനിക്ക് സന്തോഷമായി. ഞാൻ ആവശ്യം ഉന്നയിച്ചപ്പോൾ ഇവിടെ എല്ലാവർക്കും വരാം എന്ന് പറഞ്ഞു തുടങ്ങിയ ശിക്ഷക് ബേബിയുടെ പേര് കേട്ടപ്പോൾ ബേബി പറ്റില്ല, ക്രിസ്ത്യാനികളെ നമുക്ക് ചേർക്കാൻ കഴിയില്ല, ഹിന്ദുക്കളിലെ ഏത് ജാതിയും പറ്റും എന്നായി. അതെങ്ങനെ ശരിയാകുമെന്ന് ഞങ്ങൾ തർക്കിച്ചു. RSSന്റെ രീതി അതാണെന്ന് ആരൊക്കെയോ ഞങ്ങളോട് പറഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ ഞങ്ങളെ കൂടാതെ അവർ ശാഖ നടത്തി. ഞങ്ങൾ തടസ്സമുണ്ടാക്കുകയും അതൊരു തമ്മിൽ തല്ലായി മാറുകയും ചെയ്തു. 3 ദിവസം അടി നടന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ RSSന്റെ പ്രതിലോമപരതയിൽ നിന്ന് പിൻവാങ്ങുന്നതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ സംഭവബഹുലമായ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയുടെ ജീവിതമെന്ന് B. രാജീവൻ വിശേഷിപ്പിക്കുന്നത് പോലെയുള്ള ജീവിതത്തിലേക്കും സാംസ്കാരിക വേദി എന്നുള്ള ആശയത്തിൻ്റെ പ്രവർത്തനത്തിലേക്കും ഒക്കെ എത്തിച്ചേർന്നുകൊണ്ട് ഈ പുസ്തകം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പുസ്തക പ്രസാധക സംഘമാണ്. 350 രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില. ഈ പുസ്തകം നമ്മുടെ മുന്നിൽ ഒരു കേരളത്തിൻ്റെ സവിശേഷമായ 2 രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിൽക്കുന്നു എന്ന് മാത്രമല്ല, ഇപ്പോഴും അതിൻ്റെ തുടർച്ച ഏത് രീതിയിൽ സാധ്യമാകുമെന്നുള്ള അന്വേഷണത്തിന് പ്രേരിപ്പിക്കുകയും നമ്മളെ ജാഗരൂകരാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പുസ്തകത്തെ മുൻനിർത്തിക്കൊണ്ട് പുസ്തകത്തിൻ്റെ ഒപ്പം സഞ്ചരിച്ച സാമൂഹ്യ പ്രവർത്തകനും ഭാസുരേന്ദ്രബാബുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമായിട്ടുള്ള ശ്രീ വിജയകുമാർ PN ആണ് സംസാരിച്ചത്. ശ്രീ വിജയകുമാർ PN, വളരെയധികം നന്ദി ഈ നിമിഷങ്ങളിൽ ഈ പുസ്തകവുമായിട്ട് നമ്മുടെ മുന്നിൽ വന്നതിന്. ഭാസുരേന്ദ്ര ബാബുവിൻ്റെ യുവത്വം ജ്വലിച്ചുയർന്ന കാലം. നന്ദി.